വിഷം വമിപ്പിക്കുന്ന വാക്പ്രയോഗങ്ങളുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന് തീവ്രവാദി പട്ടം ചാർത്തി. എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അധിക്ഷേപം എന്നതിന് തെളിവോ വിശദീകരണമോ നൽകാതെ ഒളിച്ചുകളിയും. മലപ്പുറത്തെയും ലീഗിനെയും വീണ്ടും വർഗീയമായി ചിത്രീകരിക്കുന്നുമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. ആദ്യം മാധ്യമപ്രവർത്തകനെതിരായ അധിക്ഷേപം കേൾക്കാം. അതല്ല അല്ല അല്ല അതല്ല എടോ താനെ നിങ്ങൾ ചോദിച്ചാൽ മതി. അത് തീവ്രവാദ പ്രവർത്തനം കൊണ്ട് അറിയാവുന്നതുകൊണ്ട് അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കൊള്ളാം. പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത്. അതെ, തീവ്രവാദി എന്ന് പറഞ്ഞാൽ മത തീവ്രവാദി എന്നുള്ളതല്ല. അയാൾ ആരായിരുന്നു എന്നും അയാൾ MSFന്റെ പ്രവർത്തനായിരുന്നു. തന്നോട് ചോദിച്ചില്ലടോ. ഒരാൾ ചോദിച്ചാൽ മതി, ഒരാൾ ചോദിച്ചാൽ മതി. അത് എൻ്റെ അനുഭവത്തിൽ അതുണ്ട്, അത്ര മാത്രമേ. ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കണം. ഒന്നുമില്ല അന്നത്തെ ഒന്നും വേറെ ഒന്നും വേണ്ട. അയാൾ വന്ന് ഈ സാധനം കൂടെ എന്തിനാ എന്റെ കുത്തിപ്പിടി കടുത്ത വാക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കേണ്ട രീതി ചോദിക്കണം. ഒരാളെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി വന്ന് ഇങ്ങനെയുള്ള അല്ല, ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. തന്റെ ചോദ്യം ഒരു മറുപടി തരാൻ ഞാൻ വേറൊരാൾ ഇതുപോലെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ കയറി ഇങ്ങനെ വരികയാണ്. ഞാൻ ചുവരി ഇരുന്നു മതവിദ്വേഷം പറഞ്ഞു ഒന്ന് വരട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് എത്രയോ നാളായിട്ട് തുടങ്ങി. ഞാൻ നിങ്ങളുടെ ചോദ്യം മറുപടി പറയലല്ല. അങ്ങനെ ലീഗിനും CPIക്കും എതിരെയൊക്കെ തന്നെ കടന്നാക്രമണം നടത്തിക്കൊണ്ടുള്ള ശക്തമായ വാക്പ്രയോഗങ്ങളും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഇന്ന് കേരളം കേട്ടു. ഈ അടിതെറ്റിയുള്ള ഈ പോക്ക് എങ്ങോട്ടാണ്? സാമുദായിക സ്പർദ്ധ ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ഹാർമണി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വാക്പ്രയോഗങ്ങൾ എങ്ങോട്ടേക്ക് നയിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്നോടൊപ്പം രാജീവ് ദേവരാജും അഭിലാഷ് മോഹനും ചേരുക. രാജീവിടെ ഈ ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഒരുപക്ഷെ കേരള സമൂഹം ആ ഒരു കമ്മ്യൂണൽ ഹാർമണി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു വാക്പ്രയോഗം നടത്തുന്നത്. മാത്രമല്ല, മാധ്യമപ്രവർത്തകൻ്റെ പണി അറിയാമല്ലോ. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള അവൻ്റെ പണിയാണ്, തൊഴിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ മതം നോക്കി തീവ്രവാദി പട്ടം ചാർത്തുന്നു. തീവ്രവാദി ലേബൽ ചാർത്തി കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതെന്ത് ഡേറ്റ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്നും ഒളിച്ച് കളിച്ച് അതിൽ നിന്നും വഴിതെറ്റി മാറി വീണ്ടും അധിക്ഷേപ വാക്കുകൾ ചൊരിയുന്നു. എങ്ങോട്ടുള്ള പോക്കാണ്? കേരളം ഈ വാക്കുകളെ ഏതർത്ഥത്തിലാണ് വിലയിരുത്തേണ്ടത്? ഇപ്പോൾ ഈ ചില പ്രത്യേക മതവിഭാഗക്കാരെ പേരുകൊണ്ട് തിരിച്ചറിയുക, പേരുകൊണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം അവരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുക. അത് പല രീതിയിലും, ചിലപ്പോൾ അവരെ അകറ്റി നിർത്താനാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്യാതിരിക്കലും, ഇപ്പോൾ വീട് വാടകയ്ക്ക് ചെന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കൽ, അതുപോലെ ഇത് അതിൽ നിന്നെല്ലാം കടന്ന് പൊതു രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അതും ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി, ആ പേര് മുൻപ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പ്രവർത്തിച്ച സംഘടന, സ്ഥലം ഈരാറ്റുപേട്ട, ഇതിൻ്റെ പേരിൽ തീവ്രവാദി എന്ന് വിളിക്കുക. അതല്ല, ഇപ്പോൾ പ്രതീക്ഷ ചോദിച്ചതുപോലെ എന്തിൻ്റെ പേരിലാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യവും പറയാനില്ല. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. അത് ചർച്ച ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നെല്ലാം പറയുന്നത് സമൂഹത്തിൽ ഒരു തരത്തിലും ഗുണകരമല്ലാത്ത ഒരു കാര്യമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത്. ഈ മാറാട് കലാപം കേരളത്തിൽ ആവർത്തിക്കും എന്ന് പറയുമ്പോൾ, കാരണം ലീഗിനെ കടന്നാക്രമിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം, ഇത് ഈ വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രയോഗങ്ങൾ പലപ്പോഴും ചില ശൈലികൾ പറയും, ചിലർക്കൊക്കെ പറയും അവരുടെ നാടൻ ശൈലിയാണ്, അല്ലെങ്കിൽ ആ ഒരു ശൈലിയാണ്. ഇങ്ങനെ വളം വെച്ച് കൊടുത്തതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണല്ലോ ഇത്തരം പ്രയോഗങ്ങൾ? അല്ല, ഇത് ആദ്യമല്ലല്ലോ. ഇല്ല, ഇത് ആദ്യമല്ല. ഇതിനു മുൻപ് അതിനെല്ലാം ഓരോ സമയത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണ ചിലപ്പം LDFൻ്റെതാകും, ചിലപ്പോൾ UDFൻ്റെതാകും, അതല്ലെങ്കിൽ ഇത് അദ്ദേഹം BDJS ഉണ്ടാക്കി സംഘപരിവാർ
പാളയത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ആ BDS-ന്റെ നേതാവാണ്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നതായിട്ട് നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നു. യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് ഈ എന്താണെങ്കിലും പലപ്പോഴും ഈ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇത് പറയും എന്ന ന്യായമാണ് അദ്ദേഹം പറയുന്നതെങ്കിലും, പക്ഷേ സമൂഹത്തിന് മുന്നിലേക്ക് മനുഷ്യന്മാരെ തമ്മിൽ അവിശ്വാസമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിവിധ സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും വരുന്നത്. അത് ഒരു തരത്തിലും ഗുണകരമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തുക, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പേരിൽ ഒരു മതവിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ സാമൂഹ്യ നീതിക്ക് എതിരായി നിൽക്കുന്നവരെന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന രീതിയിലോ, ഇത് ഇങ്ങനെ പല രീതിയിലുള്ള മതനിന്ദ അല്ലെങ്കിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഈ വാക്കുകൾ കേരളം എങ്ങനെ വിലയിരുത്തണം? കാരണം ഈ രീതിയിൽ അങ്ങേയറ്റത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സമുദായ നേതാവാണ്. ആ ഇരിക്കുന്ന കസേരയ്ക്ക് ഒരു പദവിയുണ്ട്, ഒരു വലിയൊരു ബഹുമാനം കൊടുക്കുന്ന ഒരു പദവി. എത്രയോ മഹാരഥന്മാർ ഇരുന്നിട്ടുള്ളൊരു കസേരയാണ്. അവിടെ ഇരുന്നു കൊണ്ടുള്ള ഈ വെള്ളാപ്പള്ളിയുടെ ഈ പ്രയോഗത്തെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? അപകടകരം എന്നേ വിലയിരുത്താൻ കഴിയുള്ളൂ. ഒരിക്കലും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മതം നോക്കി അയാളെ തീവ്രവാദി എന്ന് വിളിച്ചിരിക്കുന്നു. എന്തിനാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈരാറ്റുപേട്ടക്കാരനാണെന്നാണ്. ഈരാറ്റുപേട്ടക്കാരെല്ലാം തീവ്രവാദികളാണോ? MSF-ൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ്. MSF ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. MSF തീവ്രവാദി സംഘടനയാണോ? അല്ല. പ്രശ്നം എന്താ? ചോദ്യം ചോദിച്ചു, ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം ചോദിച്ചു. ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച ആൾ മുസ്ലിം സമുദായക്കാരനായതുകൊണ്ട് ഇരിക്കട്ടെ, അവനൊരു തീവ്രവാദി പട്ടം എന്ന് കരുതുകയാണ്. ഇവിടെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ കുമാരനാശാൻ മുതൽ മഹാരഥന്മാർ ഇരുന്ന കസേരയിലിരുന്ന്, അത് ഗൗരവതരമായ കാര്യമാണ്. എനിക്കിവിടെ ഇതിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്ത് സർക്കാർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടല്ല വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത്. 2015 മാൻഹോളിൽ മരിച്ച നൌഷാദ് എന്ന ആൾ മരിച്ച സമയത്ത് ഇവിടെ മുസ്ലിമായിട്ട് മരിച്ചാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സഹായങ്ങൾ മുസ്ലിങ്ങൾക്കേ കിട്ടൂ എന്ന ധ്വനിയിൽ അദ്ദേഹം മരിക്കുന്നെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം എന്നൊരു പരാമർശം നടത്തി. അന്ന് കേരളം ഉമ്മൻചാണ്ടി ഭരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, VM സുധീരനാണ് KPCC പ്രസിഡന്റ്. അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ ഒരു പരാതി കൊടുക്കുകയും അന്നത്തെ സർക്കാർ 153A IPC 153A ഇട്ട് ആലുവ പോലീസ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുകയും ചെയ്തു. അതായത് UDF-ന്റെ സർക്കാർ 2015 ഇതുപോലൊരു പരാമർശം നടത്തിയതിന് മതവിദ്വേഷം ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ N സുബ്രഹ്മണ്യൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കലാപ ആഹ്വാനത്തിന് വേണ്ടി 2 നാൾ മുമ്പ് കേസെടുത്ത് അദ്ദേഹത്തെ വീട്ടിൽ കയറി അറസ്റ്റ്. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ വാക്കാണെങ്കിൽ ഇത് എന്ത് നിയമ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ്? അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് KPCC പ്രസിഡന്റിന്റെ പരാതിയിൽ ഉമ്മൻചാണ്ടിയുടെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് കേസെടുത്തെങ്കിൽ ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പരാതി കൊടുക്കാൻ പോയിട്ട് ഇതിനെ ഒന്ന് തള്ളിപ്പറയാനെങ്കിലും തയ്യാറാകുമോ എന്ന് കേരളത്തിന് അറിയേണ്ടതുണ്ട്. ഈ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രസ്താവനകൾക്കെതിരെ എന്ത് നടപടിയെടുക്കുന്നു? ഇത് ആദ്യമായിട്ടുണ്ടാവുന്നതല്ലോ. കഴിഞ്ഞ ഒരു വർഷം തന്നെ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന, സാമുദായിക വിദ്വേഷം ഉണ്ടാക്കുന്ന എന്തെല്ലാം പരാമർശങ്ങളുണ്ടായി. വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് മാത്രമൊന്നുമല്ല, വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായി, മറ്റ് പല ആളുകളുടെയും ഭാഗത്തുണ്ടായി. ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? അതൊരു കേരളത്തിന് അറിയേണ്ട കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടെടുക്കുന്നതിനപ്പുറത്ത് ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? ഈ ഉണ്ണിമായ ഒരു സിനിമയിൽ ബേസിലിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, എൻ്റെ വാവേനെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന്. ഈ വാവ എന്നുള്ളത് മാറ്റി വാഴ എന്ന് ചേർത്താൽ അത് ഈ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ആഭ്യന്തര വകുപ്പിന് ചേരും. എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്തത്? ഇതേ വെള്ളാപ്പള്ളി നടേശനെതിരെ മതവിദ്വേഷം ഉണ്ടാക്കിയതിന് UDF-ന്റെ കാലത്ത് കേസെടുത്തിട്ടുണ്ടെന്ന പ്രീസിഡന്റ്, UDF സാമുദായിക പ്രീണനമാണ്, ഞങ്ങൾ മതേതരവാദികളാണെന്നാണല്ലോ LDF പറയുന്നത്. എന്തുകൊണ്ടാണ് UDF-ന്റെ കാലത്തെ കീഴ്വഴക്കം പോലും ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുകയോ നിലപാടെടുക്കുകയോ ചെയ്യാൻ എന്തുകൊണ്ടാണ് CPM-നും LDF-നും സർക്കാരിനും കഴിയാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇനി CPM-ന് ഇങ്ങനെ വെള്ളാപ്പള്ളിയെ ചുമക്കാൻ കഴിയും? കാരണം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഉറച്ച നിലപാടുകളുണ്ടായിരുന്നു, ഉറച്ച ശബ്ദങ്ങളുണ്ടായിരുന്നു, ആ മുഖ്യമന്ത്രിക്ക് ശബ്ദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി ഇന്നത്തെ നടത്തിയ പ്രയോഗം, ഈ പ്രയോഗത്തിന് ശേഷം ഉള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി അടക്കം കേരളം കാത്തിരിക്കുകയാണ്. എന്ത് നിലപാട് സ്വീകരിക്കണം CPM-ന്റെ ഭാഗത്ത്? പ്രജീഷ്, ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത്, അതായത് 2 വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ തെറ്റായ നിലപാടെടുക്കുന്നവരല്ല, ചെറ്റത്തരം എന്നുള്ളത് അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അതാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ച ഒരു വാക്ക്. അപ്പോൾ ആ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത്തരത്തിൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, മതേതര നിലപാടിനെക്കുറിച്ച്, CPM-ന്റെ മതേതര നിലപാടിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനായി, എന്നിട്ട് UDF-നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. UDF-ന്റെ കാലത്ത് എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളത് അറിയണം. മാത്രമല്ല, കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ
കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അത് വളരെ ഗൗരവമായിട്ട് കാണണ്ടേ? അദ്ദേഹം തീവ്രവാദിയാണോ അന്വേഷിക്കണ്ടേ? കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ തീവ്രവാദിയാണ് എന്ന് ഇപ്പോൾ പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. പക്ഷേ ഇവിടെ ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു പേരുകൊണ്ട്, സ്ഥലം കൊണ്ട്, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ പേരിൽ ഒരാളിനെ തീവ്രവാദി എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിനു മുൻപ് പൗരത്വ പ്രശ്നം ഉണ്ടായ സമയത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ചാരിയിട്ടാണെങ്കിലും ഈ കുഴപ്പമുണ്ടാക്കുന്നവരുടെ വസ്ത്രം കണ്ടാൽ അറിയില്ലേ അവർ ആരാണ് കുഴപ്പക്കാരെന്ന് പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണ്. അതായത് അത്തരത്തിലുള്ള വാക്കുകളാണ് വെള്ളാപ്പള്ളിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നത്. അങ്ങനെയുള്ളവരെയാണ് മുഖ്യമന്ത്രി CPM ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഈ ന്യായീകരണം? ഇങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്നത് എന്തിനാണ്? ഇപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിൽ, അതായത് സംഘപരിവാറിൻ്റെ ശബ്ദം പോലെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അവരെ CPM എന്തിനു ചേർത്ത് നിർത്തുന്നു? യഥാർത്ഥത്തിൽ CPM-നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ വെള്ളാപ്പള്ളി കൂടെ നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ടോ? CPM-ന് ഉറപ്പുണ്ടോ? തീർച്ചയായും അവിടെ ഈ PM ശ്രീ അടക്കമുള്ള കാര്യങ്ങളിൽ, കാരണം പൊളിറ്റിക്കലി CPM പറയുന്ന, CPI-ക്കെതിരെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നിലപാട്, അവരുടെ മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ, പുറത്ത് പറയുന്നതടക്കം വിമർശനങ്ങൾ CPM ഉന്നയിക്കുന്നത്. അതേ CPM പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വെള്ളാപ്പള്ളി ഇന്നിപ്പോൾ ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം അഭിലാഷ്? അല്ല, ഇതിലിപ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ജനുവരി 1-ാം തീയതി ഇറങ്ങിയ യോഗനാഥത്തിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്ന ഒരു വാചകം, ഇഴവരാതി പിന്നാക്ക വിഭാഗങ്ങളാണ് CPM-ൻ്റെയും CPI-യുടെയും ബലം എന്ന് മറക്കരുത് എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ, നിങ്ങളുടെ അണികളൊക്കെ ഞങ്ങളുടെ ആളുകളാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈഴവ സമൂഹം അങ്ങനെ സംഘടനയുടെ നിലപാടനുസരിച്ച് വോട്ട് ചെയ്യുന്നവരോ രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരോ അല്ല. അവർ വളരെ സെക്യുലർ ആയിട്ടുള്ളൊരു സമൂഹമാണ്. ഇതുവരെയുള്ള കേരളത്തിൻ്റെ ഇതം പര്യന്തമുള്ള രാഷ്ട്രീയം പരിശോധിച്ചാൽ തന്നെ, അതിപ്പോൾ R. ശങ്കർ മുഖ്യമന്ത്രിയായിട്ടുണ്ട് കേരളത്തിൽ, SRP ഘടകകക്ഷിയായിട്ടുണ്ട് UDF-ൽ. ഇത് നോക്കൂ, ഒരു സമൂഹം ഏതെങ്കിലും സമുദായ സംഘടനയുടെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ പറയുന്നത് കേട്ടോ ഒന്നും വോട്ട് ചെയ്ത ചരിത്രമില്ല. അത് നമ്മൾ ഈ കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയം നോക്കിയാൽ തന്നെ അറിയാം. സമീപകാലത്തും ഇല്ല, മുൻകാലത്തും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ സാഹസമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ തള്ളി പറയാത്തതെങ്കിൽ അത് അങ്ങേയറ്റം അബദ്ധമാണ്, പതനമാണ്. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയോട് നേരിട്ട് ഏറ്റുമുട്ടിയവരൊക്കെ വലിയ രാഷ്ട്രീയ വിജയം നേടിയിട്ടുള്ളൂ. VM സുധീരൻ ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഈ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് VS അച്യുതാനന്ദൻ പിന്തുണച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇവർ തെറ്റിയ സമയത്ത് VS കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ആ കടന്നാക്രമണമാണ് അവർക്ക് സ്പേസ് കൊണ്ട് കൊടുത്തത്. അല്ലാതെ ഈ സംഘടനാ ലൈനിലല്ല കേരളത്തിലെ സമൂഹമോ സമുദായങ്ങളോ ചിന്തിക്കുന്നത്. അഭിലാഷ് പറഞ്ഞത് ഈ അവരോട് വെള്ളാപ്പള്ളി നടേശനോട് ഏറ്റുമുട്ടിയവർ രാഷ്ട്രീയമായി വിജയം നേടി, അദ്ദേഹം പിന്തുണച്ചവർ പരാജയപ്പെട്ടു. അദ്ദേഹം പിന്തുണയ്ക്കല്ലേ, എതിർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന നേതാക്കളുണ്ട്. തീർച്ചയായും ഒരു കാര്യം, ഈ സാമുദായിക സന്തുലനം പാലിക്കപ്പെട്ടിട്ടില്ല മലപ്പുറത്ത്. കാരണം അവർക്ക് കിട്ടിയ ഒരു കോളേജാണെന്ന് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ലീഗിന് ഇനി വിശദീകരിക്കേണ്ടി വരും അവരുടെ കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ള കോളേജുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ, ഒരു ശരികേട് കാട്ടിയിട്ടുണ്ടോ, നീതിരഹിതമായിട്ട് എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ എന്നടക്കമ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് പോകുമ്പോൾ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യം വയ്ക്കുന്നത്? അല്ല പ്രതീക്ഷ, ഇതിനകത്ത് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായത്തിൻ്റെ പേരിലാണല്ലോ ഇത് പറയുന്നത്. സമുദായത്തിൻ്റെ പേരിൽ പറയുമ്പോൾ ഞാൻ ഇതിനെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. ഈ സമുദായ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ടോ? അവിടെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ സ്കൂളോ കോളേജോ അവർക്ക് ഈ സമുദായത്തിൽ പെടുന്നവർക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുണ്ട്. അവിടെ മുസ്ലിം സമുദായത്തിലുള്ള മാനേജ്മെൻറ്റുകളാണ് കൂടുതലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 18 കോളേജുകൾ അവിടെ തന്നെയുണ്ട്, ഞങ്ങൾക്കൊന്നേ കിട്ടിയുള്ളൂ ഇതൊക്കെ പറയുന്നുണ്ട്, സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും. പക്ഷേ ഈ സമുദായത്തിലുള്ളവർക്ക് മറ്റു സമുദായങ്ങളുടേതാണെങ്കിലും അവരുടെ മാനേജ്മെൻറ്റിലാണെങ്കിലും വിദ്യാഭ്യാസ അവകാശം അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനകത്തൊരു കൺസേൺ ഉണ്ട്. അതില്ല, മറ്റു സമുദായങ്ങളിലെ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൻ്റെ ആണെങ്കിലും അവരുടെ കോളേജുകളിലാണെങ്കിലും മറ്റു സമുദായത്തിലുള്ളവർക്കും പഠിക്കാൻ കഴിയുന്നുണ്ട്, അവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇത്രയും വലിയ അലമുറയിടേണ്ട കാര്യം എന്താണ്? അപ്പോൾ അതല്ല, ഈ സമുദായ അംഗങ്ങൾക്ക് പഠിക്കാനുള്ള അവകാശം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. 9 വർഷത്തെ ഈ സർക്കാരിന്റെ കാലത്ത് കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു സർക്കാരിന്റെ നയമുണ്ടല്ലോ എന്ന്. അതാണല്ലോ ഇത് ഈ അസ്വസ്ഥത ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ പ്രശ്നം. ആ ചോദ്യമാണ് ഇതിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കിയത്. ഞാൻ പറയുന്ന പ്രശ്നം, അപ്പോൾ അതിനപ്പുറം സ്ഥാപനം നടത്താനുള്ള അധികാരം, സ്ഥാപനം നടത്തിപ്പ് എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന പ്രശ്നം അല്ലേ? അതെ അതെ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ SN ട്രസ്റ്റിന് സ്ഥാപനങ്ങളില്ലെങ്കിലും സമുദായ അംഗങ്ങളുടെ ഈ സിംഗിൾ മാനേജ്മെന്റുകളുടെയും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെയും, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വൻകിട SN ട്രസ്റ്റിന്റെ അത്രയും വലുപ്പമുള്ള സ്ഥാപനങ്ങളല്ല, അല്ലാത്ത ധാരാളം സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് വസ്തുത. പരമ്പരാഗതമായി തന്നെ തിരുവിതാംകൂറിലാണ് SNDPയുടെ NSSന്റെ ഒക്കെ ശക്തി. ഈ പറഞ്ഞ വടക്കൻ ജില്ലകളിൽ തത്തുല്യമായ ശക്തി
അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങളേ ഇല്ല എന്നല്ല, സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും കൂടുതൽ കരുത്തുള്ള സാമുദായിക സംഘടനകൾ അവരുടെ സ്ഥാപനങ്ങൾ അവിടെ പണിയും. ആ സ്ഥാപനങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണല്ലോ, അല്ലാതെ എക്സ്ക്ലൂസീവായിട്ട് ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഇപ്പോൾ കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുന്നത് ഏതെങ്കിലും ഒരു സമുദായക്കാർ മാത്രമാണോ? എല്ലാവരും പഠിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് മറ്റ് വിദ്യാഭ്യാസ സാഹചര്യം. ഞാൻ പറഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ സ്ഥാപന നടത്തിപ്പിനകത്തുള്ള അധികാരവും അതിനകത്തുള്ള കാര്യങ്ങളും അതിനകത്തുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ വാദിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. മാത്രമല്ല എത്ര സ്ഥാപന നടത്തിപ്പുകളെ കുറിച്ച് VS അച്യുതാനന്ദൻ അതിഗുരുതരമായ ആരോപണം ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ ഈ ബഹുസ്വര സമൂഹത്തിന് ഒരർത്ഥത്തിലും ചേർന്നതല്ല, അവജ്ഞയോടുകൂടി ഏവരും തള്ളിക്കളയേണ്ട വാക്കുകളാണ് വെള്ളാപ്പള്ളിയുടെ. വളരെ ഗൗരവത്തോടുകൂടി മതേതര സമൂഹം വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ വിലയിരുത്തണം, പരിശോധിക്കണം. സർക്കാരിനൊരു ബാധ്യതയുണ്ട്. ഇനിയും വെള്ളാപ്പള്ളിയെ ചുമക്കണോ അതല്ല, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ടതാണ്.